ഹലോ വെൽക്കം ബാക്ക് ടു ഓൺ റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ BMW M5 ആയിട്ടാണ്, അല്ല ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള M5 ആയിട്ടാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അലോയ് വീൽസ് കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വെഹിക്കിളാണ്. ഓൾറെഡി നമ്മൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വീൽസും സ്പോയിലറും സ്പ്ലിറ്റേഴ്സൊക്കെ വെച്ചിട്ട് ഓൾറെഡി ഒരു വെഹിക്കിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഓൺ റോഡിൻ്റെ 13ാമത്തെ M5 കൺവേർഷൻ ആണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ M5ൻ്റെ ബോഡി കിറ്റാണ്. ബോഡി കിറ്റിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതുതായി കാണുന്നവർക്കായിട്ട് ഒന്നുകൂടി പറയാം, ഹുഡ് മാറുന്നുണ്ട്, അതുപോലെ തന്നെ ഫെൻഡേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്, ഹെഡ് ലാംപ്സ്, ഗ്രില്ല്, ബമ്പർ ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നോർമലി റിയർ ബമ്പർ, ആ ഒരു എക്സോസ്റ്റ് ടിപ്പ്, ഡിഫ്യൂസർ, ടെയിൽ ലാംപ്സ്, അത്ര ചേഞ്ചസ് ആണ് നോർമലി നമുക്കൊരു M5 കൺവേർഷനിൽ വരിക. ഈ ഒരു വെഹിക്കിളിൽ നമ്മൾ ഒരുപാട് അഡീഷണൽ ആയിട്ട് ആക്സറീസും അതുപോലെ തന്നെ എങ്ങനെയാണോ M5 വരുന്നത് ആ ഒരു രീതിയിലാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബൺ ഫൈബർ മിറർ കവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 19 ഇഞ്ച് M5ൻ്റെ ആ ഒരു പാറ്റേണിലുള്ള വീൽസാണ് കൊടുത്തിട്ടുള്ളത്. മിഷ്ലിൻ ടയറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ മാത്രമല്ല, എക്സ്റ്റീരിയറിൽ ഒരു കാര്യം കൂടി വിട്ടുപോയി. M5ൻ്റെ ആ ഒരു ലിമിറ്റഡ് എഡിഷൻ ബാഡ്ജിങ് നമുക്ക് M5 കോമ്പറ്റീഷൻ്റെ ബാഡ്ജിങ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. M5ൻ്റെ ആ ഒരു ഗ്രില്ലിൽ M5ൻ്റെ ബാഡ്ജിങ് കാണാം. ആ ഒരു ലിമിറ്റഡ് എഡിഷൻ്റെ BMWൻ്റെ ലോഗോ വീൽസിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും റിയറിലും വന്നിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സീറ്റ് വർക്ക് കസ്റ്റം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹൈഡ്രോ ഡിപ്പിംഗ്, കാർബൺ ഫൈബർ ഡിപ്പിംഗ് നമ്മൾ ഇൻറ്റീരിയറിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി BMW M5ൻ്റെ സ്റ്റാരിങ് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വന്നിട്ടുണ്ട്, നമ്മുടെ AC-ൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ സ്ക്രീൻ വന്നിട്ടുണ്ട്, ഗിയർ നോബ്, ആ ഒരു ഐ ഡ്രൈവ്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ മാറിയിട്ടുണ്ട്. എൻറ്റയർ ആയിട്ട് സീറ്റ് വർക്ക് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. ഇനി റിയർ സൈഡ് പാസഞ്ചർ സീറ്റിലേക്ക് വരുമ്പോൾ 2 LCD കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നുള്ളത് നമ്മൾ ഈ ഒരു M പെർഫോമൻസിൻ്റെ ബാഡ്ജിങ് ആണ്, ഈ ഒരു പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. ഇത്രയും ഇൻറ്റീരിയറിൽ മാക്സിമം ചെയ്യാനുള്ളൂ ഒരു M5നെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന M5നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു ലിപ്പ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ആക്രോബോക്സിൻ്റെ എക്സോസ്റ്റ് ടിപ്പാണ് ഈ ഒരു വെഹിക്കിളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ M5ൻ്റെ കോമ്പറ്റീഷൻ്റെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം, ആ ഒരു BMWൻ്റെ ലിമിറ്റഡ് എഡിഷൻ്റെ ആ ഒരു ലോഗോ കാണാം. സോ അത്രയാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആറ്റിറ്റ്യൂഡ് ബ്ലാക്കിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ ഫുൾ ബോഡി പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓൺ റോഡിൻ്റെ ഫുൾ ബോഡി പെയിൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. 5 വർഷം വാറണ്ടിയിലാണ് ഓൺ റോഡ് ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്യുന്നത്. വീണ്ടും ഈ ഒരു വെഹിക്കിളിന് ഇനി ഗ്രാഫൈൻ കോട്ടിങ് ചെയ്യാനുണ്ട്, എസെൻഷ്യൽ PPF ഉണ്ട്. കംപ്ലീറ്റ് ഒരു കാറ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഓൺ റോഡിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിലിങ്ങിൽ സെറാമിക് കോട്ടിങ് വരുന്നുണ്ട്, ഗ്രഫൈൻ കോട്ടിങ് വരുന്നുണ്ട്, PPF ഉണ്ട്, സൺഫിലിം ഉണ്ട്. സൺഫിലിമൊക്കെ നമുക്ക് പ്രീമിയം ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഈ നോർമലി ഗ്ലോസ് കോട്ടിംഗ് എന്ന് പറയുന്ന ഓൺ റോഡിൻ്റെ പ്രീമിയം പോളിഷിംഗ് ഉണ്ട്, ഇൻറ്റീരിയർ ക്ലീനിങ് ഉണ്ട്, AC ഡിസ്ഫങ്ഷൻ ഉണ്ട്. ഒരുപാട് പ്രോഗ്രാം നമുക്ക് ഡീറ്റെയിലിംഗ് മേഖലയിലും ഓൺ റോഡിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ 5 സീരീസ് കൺവേർഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺ റോഡിനെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് നമ്മുടെ ഓൺ റോഡ് കൊച്ചിയിലും ഓൺ റോഡ് മലപ്പുറത്തും വന്നു കഴിഞ്ഞു. ഓൺ റോഡ് കൊച്ചിയിലും ഓൺ റോഡ് മലപ്പുറത്തും ഒരുപാട് കൺവേർഷൻ M5 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു വീതം ഇന്ത്യയിൽ തന്നെയുള്ള പൂനെയിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് വെഹിക്കിൾസ് ലാൻഡ് ക്രൂസർ ഒരു 30ഓളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷോറൂം എപ്പോഴും ഒരു 4-5 വെഹിക്കിൾസ് BMW കൺവേർഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തുകൊണ്ട് BMW 5 സീരീസ് കൺവേർഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് ഈ ഒരു F10 5 സീരീസ് വന്നിട്ടുള്ളത്. അതിന് കോമൺ ആയിട്ട് ഒരുപാട് പാർട്സ് അവൈലബിലിറ്റി ഉണ്ട്, മെയിൻ്റനൻസ് കുറച്ച് കുറവാണ്, അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. 530 ഒക്കെ എടുക്കുന്നതാണെങ്കിൽ V6 എഞ്ചിനും കൂടി കിട്ടും. ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ 530 നമുക്ക് ചൂസ് ചെയ്യാം. സോ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായിട്ട് കാണുന്നതുവരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.